അഴിമതിക്കുരുക്കിൽ ആം ആദ്മി പാർട്ടി. ഡൽഹി ആം ആദ്മി സർക്കാരിൽ ആരോഗ്യമന്ത്രിമാരായിരുന്ന സൗരഭ് ഭരദ്വാജ്, സത്യേന്ദ്ര ജെയിൻ എന്നിവർക്കെതിരെ അഴിമതി വിരുദ്ധ ബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തു. പോളിടെക്നിക് പ്രോജക്റ്റ് ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തി. ടെൻഡർ വ്യവസ്ഥകളിലും സാമ്പത്തിക ഇടപാടിലും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ജിഷ്ണു കൃഷ്ണൻ തന്നെ തുടരുകയാണ്. ജിഷ്ണു, നമുക്കറിയാം ഡൽഹിയിൽ കഴിഞ്ഞ ആം ആദ്മി സർക്കാരിൻ്റെ അഴിമതി കഥകളാണ് ഓരോന്നായി പുറത്തു വരുന്നത്. ഇപ്പോൾ ആരോഗ്യമന്ത്രിമാരായിരുന്ന 2 പേരുടെ പേരിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ. വിനോദ, പോളിക്ലിനിക് പദ്ധതിയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് അഴിമതി വിരുദ്ധ ബ്രാഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നത്. അതായത് വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള അഴിമതി, ഡൽഹി ഭരിച്ചിരുന്ന സമയത്ത് ആം ആദ്മി നേതാക്കൾ നടത്തിയിട്ടുള്ള അഴിമതിയുടെ ഓരോ കഥകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോളിക്ലിനിക് പ്രോജക്റ്റ്, അതായത് സാധാരണക്കാരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഡൽഹിയിൽ ആശുപത്രികൾ നിർമ്മിക്കുന്നതിന് രൂപീകരിച്ചിട്ടുള്ള പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഈ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു. 52 ക്ലിനിക്കുകൾ മാത്രമാണ് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യ ചിലവായി കണക്കാക്കിയിരുന്നത് 168 കോടിയായിരുന്നു. പിന്നീട് ആ പദ്ധതിയുടെ ചിലവ് വരുന്നത്, അല്ലെങ്കിൽ ചിലവാക്കിയതായി കാണിക്കുന്നത് 220 കോടിയായി ഉയർന്നു. പക്ഷേ ആ ക്ലിനിക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ആ ക്ലിനിക്കുകൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ല. പലതും നിർമ്മാണം പൂർത്തിയാകാതെ ഇപ്പോഴും കെട്ടിടങ്ങൾ മാത്രമായി കിടക്കുന്നു. പക്ഷേ അതിൻ്റെ ചിലവ് 220 കോടിയായി രൂപയായി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അഴിമതി വിരുദ്ധ ബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിയത്. അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് പോളിക്ലിനിക് പ്രൊജക്റ്റിലൂടെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു. അതായത് ഈ പ്രൊജക്റ്റ് ചില കരാറുകാർക്ക് നൽകുകയും ആ കരാറുകാർ പണം വാങ്ങിയെങ്കിൽ പോലും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയോ ആ പദ്ധതിയുടെ ഗുണഫലം ജനങ്ങൾക്ക് ലഭിക്കുകയോ ചെയ്തിട്ടില്ല. ഈ കരാറുകാരിൽ നിന്ന് മന്ത്രിമാരുൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ കമ്മീഷൻ വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ അഴിമതി വിരുദ്ധ ബ്യൂറോ കണ്ടെത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായി കേരളത്തിൽ ഉൾപ്പെടെ നിലവിൽ പിണറായി സർക്കാരിനുൾപ്പെടെ എതിരെ ഉയരുന്ന ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ സർക്കാരിൽ മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ നേരിട്ട് അഴിമതി പണം വാങ്ങാതെ സർക്കാർ കരാർ മറ്റൊരു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഏജൻസിക്ക് നൽകുകയും കൂടുതൽ പണം ഏജൻസിക്ക് അനുവദിക്കുകയും ഏജൻസിയിൽ നിന്ന് കമ്മീഷൻ മുഖേന പണം കൈപ്പറ്റുകയും ചെയ്യുന്ന അഴിമതി രീതിയാണ് ഇത്തരത്തിൽ ഡൽഹിയിലും ആം ആദ്മി സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. അത് മദ്യനയ അഴിമതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രാജ്യതലസ്ഥാനത്ത് മദ്യവിതരണത്തിന് സ്വകാര്യ കമ്പനികൾക്ക്, അതും ഡീബാർ ചെയ്തിട്ടുള്ള മുമ്പ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കമ്പനികൾക്ക് പോലും മദ്യവിതരണത്തിന് അനുമതി നൽകി. അതിലൂടെ കോടിക്കണക്കിന് രൂപ കമ്മീഷനായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ കൈപ്പറ്റി എന്ന് കണ്ടെത്തുകയും കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ പോയിരുന്നു. സമാനമായി ജൽ ബോർഡ് അഴിമതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തി, തൊഴിൽ വകുപ്പിൽ അഴിമതി കണ്ടെത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോളിക്ലിനിക് പദ്ധതി, സാധാരണക്കാരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ആശുപത്രി നിർമ്മാണത്തിൽ വലിയ ക്രമക്കേട് നടന്നു. ഡൽഹിയിൽ നിലവിലുണ്ടായിരുന്ന ആം ആദ്മി സർക്കാരിന്റെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരികയാണ്. നേരത്തെ ഡൽഹി മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെതിരെയായിരുന്നു ഇത്തരം കേസുകൾ ഉണ്ടായിരുന്നതെങ്കിൽ മന്ത്രിമാർക്കെതിരെയും മറ്റ് അഴിമതി കേസുകൾ ഓരോന്നായി ഇപ്പോൾ പുറത്തു വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.